ഫസ്റ്റ് ഫ്ലോറിന്റെ ഏതാണ്ട് പകുതിയിലധികം പോർഷനും ഈ ബാൽക്കണിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ ഡൈനിങ് ഹാൾ ചെറുതായത് കാരണം ഒരു പാർട്ടിയൊക്കെ നടത്താം എന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും ഹസ്ബൻഡിനും വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോ റൂംസ് ഇങ്ങനെ വേണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഞങ്ങൾ അഞ്ജുവായിട്ട് സംസാരിച്ചു. അതിനുശേഷം അഞ്ജു എല്ലാ റൂംസിൻ്റെയും ഒരു 3D ഇമേജ് 3D ഡിസൈൻ ഞങ്ങൾക്ക് ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിലും നന്നായിട്ടായിരുന്നു 3D ഡിസൈനിൽ ഉണ്ടായിരുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡിന് കുട്ടികൾ കളിച്ചു വളരണം എന്നുള്ള ഭയങ്കരമായൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കോർട്ട് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൽ കുറച്ച് ഓപ്പൺ ഏരിയ വേണം എന്നുള്ള പ്ലാനിലാണ് പ്ലാന്റ്സിൻ്റെ എണ്ണം അല്പം കുറച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഓപ്പൺ സ്പേസ് ഇട്ട് ചെയ്തത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, അതായത് ഒത്തിരി ഓവർഡൂ ചെയ്യാതെ മിനിമലിസ്റ്റിക് ആയിട്ട് ഈ കംപ്ലീറ്റ് പ്രോജക്റ്റ്, അതായത് ഒരു ടേൺകി ആയിട്ട് എൻ്റെ എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പിങ്ങും ഇൻറ്റീരിയറും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു. അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് എൻ്റെ ഹാപ്പിനെസ്. ആയുസിന്റെ മുഴുവൻ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമാണ് ഓരോ വീടുകളും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് നാം ഓരോ വീടും നിർമ്മിക്കുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മാസ്റ്റർ ക്രാഫ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.